रेलवे स्टेशन यात्रियों कृपया ध्यान दें. കലോത്സവം അങ്ങനെ അവസാന നാളുകളിലേക്ക് കടക്കുകയാണ്. മത്സരങ്ങൾ പുരോഗമിക്കുമ്പോൾ ജില്ലകൾ ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിലുമാണ്. അങ്ങനെ ഞാനൊന്ന് മിമിക്രി മത്സരം കണ്ടേക്കാമെന്ന് കരുതി എത്തിയപ്പോഴാണ് പെട്ടെന്ന് ഞാൻ ആ കാഴ്ച കണ്ടത്. ഒരു കുടുംബത്തിൽ എത്ര കലാകാരന്മാരുണ്ടാവും? 1, 2? അങ്ങനെയെങ്കിലും ഒരു കുടുംബം മുഴുവൻ കലാകാരന്മാരാണെങ്കിലോ? അങ്ങനെ ഒരു ഗംഭീര ഫാമിലിയെ നമുക്ക് കലോത്സവത്തിൻ്റെ ഇടയ്ക്ക് അങ്ങനെ കിട്ടിയിട്ടുണ്ട്. നമുക്ക് അവരോട് തന്നെ അവരുടെ കലാകുടുംബ വിശേഷങ്ങളൊന്ന് ചോദിച്ചറിയാം. HS വിഭാഗം മിമിക്രി മത്സരത്തിൽ മത്സരിച്ച ലയയുടെ കുടുംബത്തിനൊപ്പമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് അവരോട് തന്നെ ചോദിച്ചറിയാം. നമസ്കാരം. അപ്പം ചുരുക്കി പറഞ്ഞതൊരു ചെറിയ കലാകുടുംബമാണ്. കാരണം ലയ പറയണ്ടേ, അച്ഛനാണ് മിമിക്രി പരിശീലിപ്പിച്ചത്, പിന്നെ അമ്മ പാട്ട് പാടും, അത്യാവശ്യം മിമിക്രി ചെയ്യും. അതുപോലെ തന്നെ സ്റ്റേറ്റ് ലെവലിൽ ലയയുടെ ചേച്ചി വിന്നറാണ്. ഇപ്പം ലയയും ഗംഭീര പെർഫോമൻസാണ് കാഴ്ചവെച്ചത്. ഇപ്പോൾ ലയയുടെ അച്ഛൻ്റെ പേര് രാജേഷ് എന്നാണ്. അപ്പം ഇതിനു മുമ്പ് ഡൽഹിയിലായിരുന്നു. പിന്നെ കല പണ്ട് തുടങ്ങി ജീവിതത്തിലുണ്ട് എന്നറിഞ്ഞു. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊന്ന് ഞങ്ങളോടും കൂടി പറയുമോ? കുട്ടിക്കാലം മുതലേ 4ാം ക്ലാസ് മുതലേ കലാരംഗത്തേക്ക് വന്നതാണ്. നാടകത്തിലൂടെയാണ് വന്നത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് സ്കൂൾ ലെവൽ കഴിഞ്ഞ് അതോടൊപ്പം മിമിക്രി, വരപ്പ്, കലാപ്രതിഭയൊക്കെ ആയിരുന്നു. സ്കൂൾ തലത്തിൽ, കോളേജ് തലത്തിൽ കലാപ്രതിഭയായിരുന്നു. നമ്മുടെ കോളേജ് തല മത്സരങ്ങളിലും കേരളോത്സവങ്ങളിലൊക്കെ പ്രൈസും കിട്ടിയിട്ടുണ്ട്. ചാനൽ പരിപാടികൾക്കടക്കം പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ പിന്നീട് എൻ്റെ മക്കൾ അതേ വഴിയിൽ തന്നെ, പ്രത്യേകിച്ച് ഞാനൊരു മിമിക്രി കലാകാരനും ഒരു ചിത്രകാരനും കൂടെയാണ്. അപ്പോൾ 2 മക്കളും നന്നായി ചിത്രം വരയ്ക്കുകയും മിമിക്രി പറയുകയൊക്കെ ചെയ്യും. അപ്പോൾ മൂത്ത ആൾ ദിയ രാജേഷ് കഴിഞ്ഞ പ്രാവശ്യം HSS വിഭാഗത്തിൽ ഗേൾസിൽ മിമിക്രിക്ക് പ്രൈസ് 1ാം സ്ഥാനത്തെത്തിയിരുന്നു. അപ്പോൾ അതേ മോളുടെ വഴി തന്നെ ഇളയ ആളും തിരഞ്ഞെടുത്തു എന്നുള്ളതാണ്. അതിനെനിക്ക് വളരെ അഭിമാനമുണ്ട്. യെസ്. സാധാരണ നമ്മൾ വീട്ടിലൊക്കെ ഇരിക്കുമ്പോൾ ഇങ്ങനെ സിനിമ ഡയലോഗ് പറഞ്ഞായിരിക്കും സംസാരിക്കുക. കസിൻസ് കൂടുമ്പോൾ അങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ മിമിക്രിയും കലാകാരന്മാരൊക്കെ മൊത്തത്തിൽ അങ്ങനെ തന്നെ ആയിരിക്കും അല്ലേ? ഒഴിവ് സമയങ്ങളിൽ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ. നമ്മൾ എന്താ വെച്ചാൽ, എനിക്കിപ്പം കൊച്ചു പിള്ളേരൊക്കെ നമ്മൾ ഇങ്ങനെ കിടന്ന് വാശി പിടിക്കത്തില്ലേ, അതേപോലെ ഞാനിപ്പം എന്തെങ്കിലും ഒരു കാര്യം അമ്മേനെ കൊണ്ട് നേടിയെടുക്കണമെങ്കിൽ കൊച്ചു പിള്ളേരെ കണക്ക് അമ്മ എനിക്ക് ഇന്ന സാധനം മേടിച്ചു തരുമോ, ഇങ്ങനെയൊക്കെയുള്ള രീതിയിലാണ് ഞാൻ സംസാരിക്കുന്നത് കൂടുതലും. അപ്പോൾ മൂത്ത കുട്ടി എന്നുള്ളൊരു ഇതേ ഉള്ളൂ, പക്ഷേ ഇളയ കുട്ടിയായിട്ടാണ് എന്നെ കൺസിഡർ ചെയ്യുന്നത് ഇങ്ങനെ പറഞ്ഞ്. പാചകം, അടുക്കള, അതൊക്കെ രസകരമായിരിക്കുമല്ലോ എല്ലാവരും കൂടി കൂടുമ്പോൾ? വളരെ രസകരമാണ്. പിന്നെ ഒരു പാട്ടും ഹസ്ബൻഡ് പിന്നെ വാദ്യോപകരണങ്ങൾ മുഖത്തിലൂടെ ഇങ്ങനെ ഇമിറ്റേറ്റ് ചെയ്ത് ഹസ്ബൻഡ് അതിന് താളം പിടിക്കുകയും മക്കൾ അതിനോടൊപ്പം കൂടുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു ത്രില്ലാണ്. ഞങ്ങളൊരു ഹസ്ബൻഡ്, വൈഫ്, മക്കൾ, അതിനേക്കാൾ ഉപരിയായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും, ഇതിലൊക്കെ ഉപരിയായിട്ട് ഫ്രണ്ട്ഷിപ്പിനെ ഞാൻ കാണുന്നു. അപ്പം ഞങ്ങൾ ആ ഫ്രണ്ട്ഷിപ്പ് എപ്പോഴും കീപ്പ് ചെയ്യുന്ന, അതിൽ പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ആ ഒരു ഇത് മക്കൾക്കും കിട്ടിയിട്ടുണ്ട്. ലയയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഞാൻ ലയയിലോട്ട് വന്നില്ല. ഇത് ആദ്യമേ ഭയങ്കര എക്സൈറ്റഡ് ആയതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു വിചാരിച്ച ഇതിനൊക്കെ തരത്തിലുള്ള പെർഫോമൻസ് ഒക്കെ? ഞാൻ കണ്ടു ഗംഭീരമായിട്ട്. എനിക്ക് വൈക്കം വിജയലക്ഷ്മിയുടെ ഒക്കെ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പം ഇന്ന് പെർഫോമൻസിനെ കുറിച്ചും പിന്നെ അതുപോലെ തന്നെ മിമിക്രിയിലോട്ട് വരാൻ ഇത് തന്നെ ചൂസ് ചെയ്യാനുള്ള കാരണം, അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഇത് പെർഫോം ചെയ്യാൻ തന്നെ തോന്നാൻ കാര്യം, ഫസ്റ്റ് പപ്പയും ചേച്ചിയും ഭയങ്കര മിമിക്രി ആർട്ടിസ്റ്റ്. അപ്പം നമുക്കും അങ്ങനൊരു ഇൻസ്പിറേഷൻ തോന്നി ജസ്റ്റ് ചെറിയ സൗണ്ട് ചെയ്ത് വന്ന് പിന്നെ അവരുടെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞ് അങ്ങനെ അവരുടെ കുറേ കാര്യക്കാരിലാണ് ഇങ്ങനെയൊക്കെ ഈ ഒരു ഇതിലെത്തിയിരിക്കുന്നത്. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഇതിൽ ചെയ്യാൻ പറ്റിയതിൽ ഇവരുടെ ആ ഒരു സപ്പോർട്ടിൽ വളരെ സന്തോഷം. ടീച്ചേഴ്സും ബാക്കി എല്ലാവരും എങ്ങനെയാണ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ? ടീച്ചേഴ്സും ആ സ്കൂള് പകുതിയോളം ഇങ്ങനെ ഭയങ്കര നമ്മുടെ അടുത്ത് ആ ഒരു ഇൻട്രാക്ഷനും എല്ലാവരും നല്ലപോലെ നമ്മളെ സപ്പോർട്ടും ചെയ്യുന്നൊരു ഇതാണ്. അപ്പം എല്ലാവരും നല്ലപോലെ അനുഗ്രഹിക്കുകയൊക്കെ ചെയ്തു. അതായത് സാധാരണ അച്ഛനമ്മയാവുമ്പോൾ എന്തായാലും കുട്ടികൾക്ക്, അച്ഛനമ്മയും കലാകാരന്മാരാകുമ്പോൾ കുട്ടികൾക്കൊരു കലാവാസന ഉറപ്പാണ്, അതിൽ സംശയമൊന്നുമില്ല. പക്ഷേ അത് തിരിച്ചറിയും നമ്മൾ എപ്പോഴാണ് ഈ കുട്ടിക്ക് ഇങ്ങനെയുണ്ട്, അങ്ങനെയാണെങ്കിൽ ഈ മിമിക്രി അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു പാതയിലോട്ട് വരാം എന്നൊക്കെ മനസ്സിലാക്കുക. അതൊക്കെ എപ്പോഴായിരുന്നു ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്?
അത് നിലവിൽ ഞങ്ങൾ മൂവരും വൈഫടക്കം മക്കളും കൂടെ വേദികൾ പലപ്പോഴും പ്രോഗ്രാം ചെയ്യാനായിട്ട് കുട്ടികളെ ഞങ്ങൾ 4 പേരും കൂടെ ഒരുമിച്ചാണ് പരിപാടികൾ കാണാൻ പോകുന്നത്. അപ്പം ഞാൻ സ്റ്റേജ് ഷോകൾ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇവരും ആ പരിപാടികൾ കാണുകയും ഒപ്പം തന്നെ ഞാനും എൻ്റെ 2 മക്കളും കൂടെ നിരവധി സ്റ്റേജ് ഷോകൾ നാട്ടിൽ ചെയ്യാറുണ്ട്. അപ്പോൾ മൂത്താൾ മിമിക്രി ചെയ്യുമ്പോൾ പരിശീലിപ്പിക്കുമ്പോൾ അത് ഇളയാളും അത് കണ്ട് പതുക്കെ അദ്ദേഹത്തിനും ആ ഒരു താല്പര്യം പ്രകടമായി. പിന്നീട് ഞങ്ങളൊരു മ്യൂസിക് സിസ്റ്റമൊക്കെ വാങ്ങിയിട്ട് കാരണം ഒഴിവ് സമയങ്ങളിലും ഒക്കെ ക്ലാസ് കഴിഞ്ഞിട്ടൊക്കെ വരുമ്പോൾ ഇതിനകത്തുള്ള കസർത്താണ് ഒരു മൊത്തം. വൈഫ് പാട്ട് പാടും. ഒറ്റയ്ക്കു പാടുന്ന പൂങ്കുയിലേ. അത് നമ്മൾ സ്കൂളുകളുടെയൊക്കെ ചുവരുകളിൽ ചിത്രം എഴുതാൻ പോകും ഞാൻ. കഴിഞ്ഞ കോവിഡ് മഹാമാരി കഴിഞ്ഞതിന് ശേഷം അപ്പോൾ 2 മക്കളെയും ഞാൻ അതിന് കൊണ്ടുപോയിരുന്നു. അപ്പം ഞങ്ങൾ ഈ മിമിക്രിയോടൊപ്പം തന്നെ ചിത്രകലയും ഞങ്ങൾ 2 മക്കളും ഞാനും കൂടെ ചേർന്നിട്ടാണ്. അത് ദൃശ്യ മാധ്യമ രംഗത്തൊക്കെ വളരെ ശ്രദ്ധ വന്നിരുന്നു ഈ കാര്യങ്ങൾ. അപ്പോൾ കുട്ടികൾ മിമിക്രിയോടൊപ്പം തന്നെ നല്ല രീതിയിൽ ചിത്രങ്ങളും വരയ്ക്കും 2 കുട്ടികളും. അല്ല, ഇങ്ങനെയുള്ളൊരു ഫാമിലിനെ പറ്റി മീഡിയയിൽ വന്നില്ലെങ്കിലേ അത്ഭുതപ്പെടാനുള്ളൂ. അതെ. അപ്പോൾ എന്തിനായാലും ഞങ്ങൾ വളരെ ഭാഗ്യം ചെന്ന പേരൻസാണ്. കാരണം ഇപ്പോൾ 2 പേരും പെൺകുട്ടികളാണ്. പക്ഷേ എൻ്റെ മക്കളെ ഞാൻ ഒരു ആൺകുട്ടികളെ പോലെയാണ് വളർത്തുന്നത്. എല്ലാ അവസരങ്ങളും അവർക്ക് പരമാവധി നമ്മൾ കൊടുത്ത് വൈഫ് സൂചിപ്പിച്ചതുപോലെ നല്ല ഫ്രണ്ട്ഷിപ്പായിട്ട് അവരുടെ നിഴലായിട്ട് ഞങ്ങളുണ്ട്. അതാണ് ഞങ്ങളുടെ ആകെ സ്വത്താണ് അവർ. അപ്പോൾ ഞാൻ സ്റ്റേറ്റ് ലെവലിൽ പങ്കെടുത്തിട്ടില്ല, ജില്ലാ ലെവൽ വരെ പോയിട്ടുള്ളൂ. അപ്പോൾ എനിക്ക് സാധിക്കാതെ പോയൊരു സ്വപ്നം അത് കഴിഞ്ഞ വർഷം മൂത്താൾ സബലീകരിച്ചു. ഇളയാൾ പ്രാവശ്യം കന്യാംഗത്തിലാണ് പങ്കെടുത്തേക്കുന്നത്. അപ്പോൾ മോൾക്ക് റിസൾട്ട് നമ്മൾ അറിഞ്ഞില്ല. റിസൾട്ട് എ ആണോ ബി ആണോ നമുക്കറിയില്ല. എങ്കിലും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എ ഗ്രേഡ് തന്നെ കിട്ടാനായിട്ട്. ഇല്ലെങ്കിൽ ഇനിയും അദ്ദേഹം വരും വർഷങ്ങളിൽ അദ്ദേഹം ഉറപ്പായിട്ട് അതിൻ്റെ ആ ഒരു സ്വർണ്ണക്കപ്പിൽ, അതായത് 1ാം സ്ഥാനത്ത് അദ്ദേഹം എത്തിച്ചേരും വൈകാതെ. സമയം അറിയിച്ചുകൊണ്ട് നഗരസഭയുടെ സൈലന്റ് മോർണിംഗ്. അപ്പം എല്ലാവിധ ആശംസകൾ നേരെയാണ്. 1ാം സ്ഥാനം തന്നെ നേരട്ടെ വിത്ത് എ ഗ്രേഡ്. അപ്പം ഇതുപോലെ കുട്ടികളെ പരിശീലിപ്പിക്കാനായിട്ട് ക്ലാസ് അങ്ങനെ എന്തൊക്കെയോ നടത്തുന്നുണ്ടെന്ന് അറിഞ്ഞു. തീർച്ചയായിട്ടും ഞാൻ അവിടെ ഒരു ആർട്ട് ഫെയിം നടത്തുകയാണ്. ആർട്ട് ലൈൻ എന്ന് പറയുന്നൊരു സ്ഥാപനം നടത്തുകയാണ്. അപ്പോൾ അതിലൂടെ നിർദ്ധരായ കുട്ടികൾക്കടക്കം നമ്മൾ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ചിത്രകലയിലും മിമിക്രിയിലും അഭിനയത്തിനൊക്കെ കുട്ടികൾക്ക് കൊടുക്കും. അപ്പോൾ ഇവർ 2 പേരെയും പഠിപ്പിച്ചതിനപ്പുറം മുൻപും ഇതുപോലെ നിരവധി കലാകാരന്മാരെ നമ്മൾ പഠിപ്പിച്ച് അവർ സംസ്ഥാന ലെവലിൽ പങ്കെടുത്തിട്ടുണ്ട്. അവർ ഇപ്പം നിലവിൽ അത്യാവശ്യം സിനിമ സീരിയൽ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം അതെനിക്ക് എൻ്റെ കുട്ടികൾക്ക് അത്തരത്തിലൊരു അവാർഡ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു സ്ഥാനം കരസ്ഥമാക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അതിയായി സന്തോഷിക്കുകയും ചെയ്യുന്നു. അച്ഛനെന്ന നിലയിലുള്ള സംതൃപ്തിക്ക് പുറമെ ഒരു അധ്യാപകൻ എന്നുള്ള സംതൃപ്തിയും താങ്കൾക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. കലാപരമായി അത് കിട്ടുമ്പോൾ കുറച്ചും കൂടി നമുക്ക് കുറച്ചുകൂടി മനസ്സമാധാനം കിട്ടുന്നതാണെന്ന് പറയാം. അതിനപ്പുറം മിമിക്രി എന്ന് പറയുമ്പോൾ നമ്മൾ നൃത്തമൊക്കെ ധാരാളം സാമ്പത്തികമായി കൂടുതൽ പൈസ ചിലവാക്കിയിട്ട് വേണം. നൃത്തമാണെങ്കിലും സംഗീതമാണെങ്കിലൊക്കെ. ഇതാകുമ്പോൾ ഇവരുടെ സ്വന്തം ശബ്ദം, അതായത് കണ്ടനാളങ്ങളിലൂടെ വരുന്ന ശബ്ദം, അതിനകത്ത് ചിലവില്ലെന്നല്ല. അപ്പോൾ ഗുരുദക്ഷിണയും ഫീസൊക്കെ ഫ്രീ ആയിട്ടാണ് ഇവരെ നമ്മൾ പഠിപ്പിക്കുന്നത്. മീൻസ് ആ രീതിയിൽ ഞാൻ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഒപ്പം തന്നെ വൈഫും വേണ്ടിയുള്ള ഫുൾ സപ്പോർട്ട്. മറ്റ് എന്തെങ്കിലും തിരുത്തലുകളൊക്കെ ഉണ്ടെങ്കിൽ വൈഫും അത് സഹായിക്കാറുണ്ട്. ലയയുടെ പെർഫോമൻസ് ഇതിന് ഞാൻ അവസാനത്തേക്ക് മാറ്റിവെച്ചത് ആക്ച്വലി. അപ്പം നമുക്ക് സ്റ്റേജിൽ കണ്ട പെർഫോമൻസ് തന്നെ, അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും 1-2 ഐറ്റംസ് ചെയ്യാവോ? ട്രെയിനിൻ്റെ അനൗൺസ്മെൻറ്റ്. यात्रियों कृपया ध्यान दें, गाड़ी संख्या 120006 त्रिवेंद्रम से मंगलूर तक जाने वाली त्रिवेंद्रम मंगलूर एक्सप्रेस थोड़ी देर में प्लेटफॉर्म नंबर 6 पर आएगी. Passengers your attention please. Train number 12006 Trivandrum to Mangalore Express will arrive shortly on platform number 4. അത് സ്റ്റേജിൽ ആ സൗണ്ടിനെയും കൂടെ ആയിരിക്കും ഭയങ്കരമായിട്ട് കറക്റ്റായിട്ട് എനിക്ക് മനസ്സിലായി. ആ ട്രെയിനിൻ്റെ സൗണ്ട് ഞാൻ സ്ഥിരം യാത്ര ചെയ്യുന്നതുകൊണ്ട്
നന്നായിട്ട് ചെയ്തിരുന്നു ആ സമയത്ത്. പിന്നെ കൂടുതൽ നമ്മൾ തൊണ്ടയെടുത്ത് തന്നെ ഞാൻ നിർബന്ധിക്കുന്നില്ല, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അപ്പം വളരെ സന്തോഷം നിറഞ്ഞൊരു സമയത്താണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. അതുപോലെ തന്നെ വളരെ ഒരു സസ്പെൻസ് ആക്കി വയ്ക്കുന്നൊരു കാര്യമുണ്ട്. ബറോ സിനിമയിലെ ഒരു ക്യാരക്ടറിൻ്റെ ശബ്ദം വളരെ നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളും കൂടി ഈ കുടുംബത്തിലുണ്ട്. അപ്പോൾ നമുക്ക് മൂത്ത ആളാണ്. 13 വയസ്സുള്ള ഒരു കുട്ടിയാണ് നീ കാക്കുന്ന നിധിയുടെ അനന്തരാവകാശി ബറോസ്. ബറോസ്, നീ സൂക്ഷിക്കുക. ഈ ചന്ദ്രപൗർണമി തീരാൻ ഇനി 2 നാൾ കൂടി മാത്രം. ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ഹസ്ബൻഡിന് അച്ഛനില്ല, അമ്മയും സഹോദരങ്ങളും. പിന്നെ എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും സഹോദരങ്ങളും അവരെല്ലാവരും ഫുൾ സപ്പോർട്ടാണ്. പ്രാക്ടീസ് ചെയ്യുമ്പോഴേ അവരെ വിളിച്ച് കേൾപ്പിക്കണം. പിന്നെ ഏതെങ്കിലും സാഹചര്യത്തിലൊക്കെ അവർ ചോദിക്കുന്നത് ഇതാണ്. ഇപ്പോൾ ഇവിടെ പ്രോഗ്രാം നടന്നപ്പോൾ തന്നെ ലൈവ് എപ്പോഴും നമ്മളെ കാണിക്കണം മോള് ചെയ്യുന്നത്. അവരുടെ ഒരു ഫുൾ സപ്പോർട്ട് എപ്പോഴും നമ്മുടെ കൂടെയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും. അതോടൊപ്പം തന്നെ ഫ്രണ്ട്സിൻ്റെ ആയാലും എന്തെങ്കിലും ഒരു മത്സരം നടന്നാൽ ഉടനെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ചോദിക്കും, അവിടെ ഒരു മത്സരം നടക്കുന്നുണ്ട്, മോളുടെ പ്രോഗ്രാം എപ്പോഴാണ്, അല്ലെങ്കിൽ മോള് വരുന്നില്ലേ, ഐറ്റത്തിൽ പങ്കെടുക്കുന്നില്ലേ എന്നുള്ള. അപ്പോൾ എല്ലാവരും നമ്മളെ മുമ്പോട്ട് കൊണ്ടുവരാൻ ഫാമിലി മെമ്പേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും മാക്സിമം നമുക്ക് അവസരങ്ങൾ, നമ്മളറിയാതെ പോകുന്ന അവസരങ്ങൾ പോലും അവർ നമുക്ക് കണ്ടെത്തി തരുന്നുണ്ടെന്നുള്ളതും വളരെ സന്തോഷം ഉള്ളൊരു കാര്യം തന്നെയാണ്.